CCTV ക്യാമറയിൽ പതിഞ്ഞ മോഷ്ടാവിന്റെ മുഖവുമായുള്ള സാദൃശ്യം കാരണം പുറത്തിറങ്ങാൻ കഴിയാതെ പ്രശ്നത്തിലായിരിക്കുകയാണ് ഒരു യുവാവ്. വളയം കല്ലുനിര സ്വദേശിയായ ഉള്ളിയേരിക്കുഴിയിൽ ആദർശാണ് പരാതിയുമായി രംഗത്തെത്തിയത്. CCTV ക്യാമറയിൽ പതിഞ്ഞ മോഷ്ടാവിന്റെ മുഖവും ദൃശ്യങ്ങളും സമൂഹമാധ്യമങ്ങളിൽ ഷെയർ ചെയ്തതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. മാഹിയിലെ ബാറിൽ നിന്ന് ഹെൽമറ്റ് മോഷ്ടിച്ച വ്യക്തിയുടെ CCTVയിൽ പതിഞ്ഞ മുഖവുമായി സാദൃശ്യം കാരണം പുറത്തിറങ്ങാനാവാതെ യുവാവ്. കഴിഞ്ഞ ദിവസം മാഹിയിലെ ബാറിൽ വെച്ച് ഒരാളുടെ ഹെൽമറ്റ് മോഷണം പോയിരുന്നു. ഹെൽമറ്റ് നഷ്ടപ്പെട്ടയാൾ ബാറിൽ ചെന്ന് മാനേജ്മെന്റിനോട് സംഭവം പറഞ്ഞതോടെ ഇവർ CCTV ക്യാമറ പരിശോധിച്ചു. ബാറിൽ നിന്നിറങ്ങി വന്ന 2 യുവാക്കളിൽ ഒരാൾ ഹെൽമറ്റ് മോഷ്ടിക്കുന്നത് ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ഈ ദൃശ്യം ഇയാൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. വളയം കല്ലുനിര സ്വദേശിയായ ഉള്ളിയേരിക്കുഴിയിൽ ആദർശിന്റെ മുഖവുമായി മോഷ്ടാവിന്റെ മുഖത്തിന് സാമ്യത വന്നതാണ് പ്രശ്നമായത്. സംഭവം ഇത് ഫസ്റ്റ് എൻ്റെ ഒരു കമ്പനിക്കാരൻ വിളിച്ചാണ് പറഞ്ഞത്. എൻ്റെ രൂപ സാധിച്ചുള്ള ഒരു ഫോട്ടോ വീഡിയോ വന്നിട്ടുണ്ട്. ഒരു ഹെൽമെറ്റ് മോഷണം പോയതാണ് മാഹിന്ന് കീർത്തി ബാർ എന്നാണ് പറഞ്ഞത്. ഓനോട് വെച്ച് ഇനി ബാർ പോയി കഴിഞ്ഞാൽ അപ്പം ഞാൻ ബാറിലൊന്നും പോയിക്കില്ല, മദ്യമൊക്കെ നാളെയല്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞേരെ പോയി അയച്ചു തന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ശരിക്കും എൻ്റെ അതേ രൂപ സാധിച്ചുള്ളൊരു മോഷ്ടാവ്. അപ്പോൾ നാട്ടിൽ നിന്നെല്ലാം ചോദിക്കുന്ന തുടങ്ങിയതിന് ശേഷം ചോദിക്കുന്നു തുടങ്ങി എന്നോട്. ഇത് നാട്ടിലുള്ള എൻ്റെ ഒരു +2 പഠിച്ച കമ്പനിക്കാരെല്ലാം വിളിച്ചു ചോദിച്ചു, ഇത് ഇങ്ങനെ ഫോട്ടോ വന്നിട്ടുണ്ട്. നമ്മൾ നാട്ടിലെല്ലാവർക്കും തിരിഞ്ഞു. അപ്പോൾ ഞാനിത് ഒരു മുൻകരുതൽ എന്ന രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ പോയി. ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ ആദർശിന്റെ പരിചയക്കാരും ബന്ധുക്കളും വിളിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. ഫോൺ വിളി ശല്യമായതോടെ ആദർശ് വളയം പോലീസ് സ്റ്റേഷനിലെത്തി തന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തിയെങ്കിലും ഇപ്പോഴും പലരും ഹെൽമെറ്റിനെ കുറിച്ച് ചോദിക്കുന്നത് യുവാവിന് തലവേദനയായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, വടകര.